ഇപ്പൊ നമ്മള് അഘോരികളുടെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവര് മനുഷ്യമാംസം ഭക്ഷിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ അത് പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് കഴിക്കുന്നത് എന്നുള്ളതും കേൾക്കാറുണ്ട്. ചില അടുത്ത് ഞാൻ കേട്ടിട്ടുള്ള എന്താ വെച്ചാൽ ഗംഗാതീരം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് കഴിക്കുന്നത് എന്നുള്ളതും കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു ഐതിഹ്യവും കാര്യങ്ങളും എന്താ? ഒരിക്കലും ഗംഗാതീരം ശുദ്ധീകരിക്കാനൊന്നും അല്ല മനുഷ്യമാംസം കഴിക്കുന്നത്. അഘോരി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഘോരമല്ലാത്തത് എന്നാണ്. പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല അതിനകത്ത്. സന്യാസ സമ്പ്രദായത്തിന് നിരവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതിലേറ്റവും വൈചിത്ര്യം എന്ന് നമുക്ക് തോന്നുന്നതും പരിശുദ്ധം എന്ന് അവർക്ക് തോന്നുന്നതായിട്ടുള്ള ഒന്നാണ് അഘോര സമ്പ്രദായം എന്ന് പറയും. അഘോര ഗുരു ഒക്കെ ഉണ്ട്, അതിന്റെ ഒരു ബാബാജി എന്നാണ് അത് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ അഘോര സമ്പ്രദായത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ശിവൻ എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത്. എന്ത് വസ്തുവിൽ അവർ കാണുന്നത് ശിവനെയാണ്. ആരെ കണ്ടാലും ഓം നമ ശിവായ എന്നാണ് അവർ പറയുക. കാരണം കാണുന്നതൊക്കെ ഏത് വസ്തുവും ശിവൻ 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 എന്നുള്ള ഒരു രീതിയാണ്. അപ്പൊ നിങ്ങൾ മൃതദേഹം എടുത്ത് കൊടുത്താലും ആ മൃതദേഹത്തിനകത്തുള്ളതും ശിവനായിട്ടാണ് അവർ കാണുന്നത്. പന്നിമാംസം കഴിക്കും അവരെന്ന് പറയാറുണ്ട്. പന്നിമാംസത്തിനകത്തുള്ളതും ശിവനാണ്. എന്തു കൊടുത്താലും എന്തിലും ശിവനെ കാണാൻ സംബന്ധിച്ചിടത്തോളം ശിവനെ കാണുന്ന ഒരു വ്യക്തിക്ക് അറക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇപ്പൊ ഒരു ഹെസിറ്റേറ്റഡ് മൈൻഡോട് കൂടി നോക്കേണ്ടതായിട്ടില്ല എന്ന് പറയും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് അവനെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്ന രണ്ട് വികാരങ്ങൾ, ഒന്ന് ഭയവും ഒന്ന് അറപ്പുമാണെന്ന് പറയാം. ഇത് രണ്ടും ഇല്ലാതായി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏതൊരു ജേർണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മൈൻഡ് അതിന് സെറ്റാണെന്ന് പറയുന്നത്. അത് മാറ്റിയ ആൾക്കാരാണ് അഘോരികൾ. അവർക്ക് ഭയമില്ല. അവർ കഴിയുന്നത് ശ്മശാനത്തിലാണ്, അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ ഏറ്റവും ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലാണെന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അവർ കഴിക്കുന്നത് മാംസങ്ങളാണ്, ഈ പറയുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അവർക്ക് അറപ്പുമില്ല, ഭയവും ഇല്ല. അവർക്ക് എല്ലാത്തിലും ശിവൻ മാത്രമാണ്.